നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. യുകെയിലേക്ക് എത്തിയ മലയാളികൾക്ക് വളരെ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് ആദ്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അറിയാമല്ലോ, കഴിഞ്ഞ 2-3 വർഷമായിട്ട് യുകെയിലേക്ക് എത്തിയവർ, ഇപ്പോൾ ആദ്യം എത്തിയവരെല്ലാം തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കുന്ന സമയമാണ്. അവർക്കെല്ലാം വളരെ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ്. യുകെയിലെ പൗണ്ടിന്റെ വാല്യൂ ദിവസവും കൂടി വരികയാണ്. ഇപ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം 108 രൂപ 50 പൈസയാണ് ഒരു പൗണ്ടിന് നമുക്ക് നാട്ടിൽ ലഭിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു പൗണ്ടിന് 100 രൂപ കിട്ടിക്കൊണ്ടിരുന്നിടത്താണ് ഇപ്പോൾ ഒരു പൗണ്ടിന് 108 രൂപ 50 പൈസ ലഭിക്കുന്നത്. അതായത് 1000 പൗണ്ട് നാട്ടിലേക്ക് അയക്കുന്ന ഒരാൾക്ക് ഏകദേശം 8500 രൂപയാണ് നാട്ടിലധികം ലഭിക്കുന്നത്. അന്നേരം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പടുന്ന ഒരു വാർത്തയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം പേരാണ് ഇവിടെ സീനിയർ കെയർ വേക്കൻസികളിൽ യുകെയിലേക്ക് 10-20 ലക്ഷം രൂപ കൊടുത്ത് യുകെയിലേക്ക് വന്നത്. അന്നേരം അങ്ങനെ വന്നവർക്ക് നാട്ടിലെ കടം മേടിച്ച് വന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ കടബാധ്യതകൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. കാരണം യുകെയിൽ വന്ന് നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടുപേരൂടെ കഷ്ടപ്പെടാനാണെങ്കിൽ നാട്ടിലേക്ക് കുറച്ച് പൈസ എല്ലാ മാസവും അയക്കാൻ സാധിക്കും. അങ്ങനെ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ഈ പൗണ്ടിന്റെ വാല്യൂ ഇങ്ങനെ കൂടുന്നത് കൊണ്ട് തന്നെ അവർക്ക് നാട്ടിൽ കൂടുതൽ പൈസ ലഭിക്കും. അന്നേരം നാട്ടിലെ കടങ്ങൾ പെട്ടെന്ന് തീർക്കാൻ ഒക്കുന്ന ഒരു അവസരമാണ്. അവർ പ്രെഡിക്റ്റ് ചെയ്ത് കാണിക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി പൗണ്ടിന്റെ വാല്യൂ ഏകദേശം 101 രൂപയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതായത് 1000 പൗണ്ട് അയക്കുന്നവർക്ക് ഏകദേശം 1,11,000 രൂപ ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതൊന്നും പറയാൻ സാധിക്കുകയില്ല. അവർ പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഏത് സമയത്ത് വേണേലും ഇത് കൂടുകയോ കുറയുകയോ ചെയ്യാം. പക്ഷെ നിലവിൽ ഇപ്പോൾ അത് 108 രൂപ 50 പെൻസാണ് നാട്ടിൽ അയക്കുന്നവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയുടെ സമ്പദ് വ്യവസ്ഥ പോസിറ്റീവ് വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ്. കാരണം കോവിഡ് കഴിഞ്ഞ് യുകെയുടെ സമ്പദ് വ്യവസ്ഥ അത്ര പോസിറ്റീവ് വളർച്ച കാണിക്കുന്നില്ലായിരുന്നു. ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അതിനകത്ത് ജർമ്മനി കണ്ട് ചാൻസലറായിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ അവർ കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് യുകെയിലെ ഇപ്പോൾ മെയ് മാസത്തിൽ ഇവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ ഗ്രോത്ത് ആണ്. ഇപ്പോൾ 0.4% ഗ്രോത്ത് കാണിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇത് യുകെയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ കൺട്രികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ലതുപോലെ സമ്പദ് വ്യവസ്ഥ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ യുകെയുടെ തന്നെയാണ്. അന്നേരം ഇത് യുകെയിൽ എത്തിയ എല്ലാവർക്കും തന്നെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. കാരണം യുക്രൈൻ റഷ്യ യുദ്ധം വന്നതോടുകൂടിയാണ് യുകെയിലെ പൊതുവെ ഇവിടെയുള്ള സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിച്ചത്. കാരണം റഷ്യയിൽ നിന്നാണ് യുകെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം അവിടെ നിന്നുള്ള എണ്ണയുടെ കുറവ് വന്നപ്പോഴത്തേക്ക് ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ പെട്രോൾ ഡീസലിന്റെ വില വർധന വന്നു. ആ വില വർധന വന്നുകൊണ്ട് തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ യുകെയിലെ ഗ്യാസ് ഇലക്ട്രിസിറ്റി വില ക്രമാതീതമായിട്ട് കൂടുകയുണ്ടായി. ആ ഗ്യാസിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും വില കഴിഞ്ഞ മാസമൊക്കെ നല്ലതുപോലെ കുറഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഇവിടുത്തെ വിപണിയെ ബാധിക്കുന്നു. അങ്ങനെ ഇവിടെ പൊതുവെ കുറച്ച് വിലക്കുറവ് വരുന്നുണ്ട് എല്ലാ സാധനങ്ങൾക്കും. കാരണം അത് ഇവിടുത്തെ എക്കണോമിയെ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ഈ എക്കണോമി പോസിറ്റീവ് ആകുന്നത് കൊണ്ട് തന്നെ അടുത്ത മാസമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മീറ്റിംഗ് വരുന്നത്. നമുക്കറിയില്ല അവര് ഇവിടുത്തെ ബേസ് റേറ്റ് കുറയ്ക്കുമോ എന്നുള്ളത്. കാരണം കഴിഞ്ഞ 13 പ്രാവശ്യവും അവർ മീറ്റിംഗ് നടത്തിയപ്പോൾ ബേസ് റേറ്റിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിരുന്നില്ല. ഇപ്പോൾ 5.25 അവർ ബേസ് റേറ്റ്, ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ബേസ് റേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അന്നേരം ഈ 5.25 വെക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ബാങ്കുകളിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോഴോ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ എടുക്കുമ്പോഴെല്ലാം അതിനനുസരിച്ച് ഇവിടുത്തെ നമ്മൾ കൊടുക്കുന്ന പലിശയും കൂടുതലായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മോർഗേജ് ഉള്ളവരെ ആയിരിക്കും. കാരണം മോർഗേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ലോൺ ആയിരിക്കും ഉള്ളത്. അന്നേരം ഗവൺമെന്റ് ബേസ് റേറ്റ് 5.25 ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്നുള്ള മോർഗേജുകൾ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിലെ മോർഗേജുകളൊക്കെ 2 വർഷത്തെ മോർഗേജ് ഒക്കെ ഏകദേശം 5% അടുത്താണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 4 വർഷം മുമ്പ് 0% കിടന്നപ്പോൾ നമുക്ക് 1% ഒക്കെ മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടിക്കൊണ്ടിരുന്നിടത്താണ് ഇപ്പോൾ 5% ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മിക്ക മോർഗേജ് ലെൻഡേഴ്സും, അതായത് നമുക്ക് മോർഗേജ് ലോൺ തരുന്ന കമ്പനികളും ബാങ്കുകളും എല്ലാം തന്നെ അവർക്ക് മോർഗേജ് റേറ്റ് കുറേശ്ശെ കുറച്ചു കൊണ്ടുവരികയാണ്. കാരണം അവർക്കും ഒരു പ്രതീക്ഷയുണ്ട് ഇനി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവർ റേറ്റ് കുറയ്ക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ഈ ഓഗസ്റ്റിലുള്ള മീറ്റിംഗിൽ അത് കുറയ്ക്കുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ അത് കഴിഞ്ഞുള്ള മീറ്റിംഗിൽ ഇവിടുത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇവിടുത്തെ റേറ്റ് കുറയ്ക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കുറച്ചാൽ അത് നമുക്ക് നേരിട്ട് തന്നെ അതിന്റെ ലാഭം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ മറ്റു കാര്യം നിങ്ങളെല്ലാം അറിയിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും ധാരാളം പേര് IT വിസ എന്ന് പറഞ്ഞ് യുകെയിൽ വന്നാൽ നമുക്ക് ജോലി ഇല്ലാത്ത ഒരു വിസയിലേക്ക് വരാൻ ശ്രമിക്കും. എല്ലാവരോടും പ്രത്യേകമായിട്ട് എടുത്ത് അറിയിക്കുകയാണ്, നമ്മൾ നേരത്തെ ഒരു സിറ്റുവേഷൻ അല്ല. നേരത്തെ നിങ്ങൾ ഇവിടെ IT വിസയിലൊക്കെ വന്നായിരുന്നേക്കും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കെയർ ഹോമിലൊക്കെ വിസ കിട്ടി മാറി നിങ്ങൾക്ക് ഇവിടുത്തെ മറ്റൊരു വിസയിലേക്ക് മാറാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഏജന്റുമാർ നിങ്ങളടുത്ത് പറയും നിങ്ങൾക്ക് IT വിസയിൽ യുകെയിൽ എത്താം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് IT ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ നിങ്ങൾ ഒരു പേപ്പർ കമ്പനിയിൽ നിങ്ങളെ യുകെയിലേക്ക് കൊണ്ടുവരും. പ്രത്യേക തട്ടിക്കൂട്ട് കമ്പനികളാണ്. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോലി കാണില്ല. നിങ്ങൾ പുറത്ത് ജോലി ചെയ്തിട്ട് അവർക്ക് എല്ലാ മാസം ടാക്സ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും.
കാരണം അവരവരുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കുകളെല്ലാം കറക്റ്റ് ആയിട്ട് കാണിക്കും, നിങ്ങൾക്ക് സാലറി തരുന്നതായിട്ട് കാണിക്കും. പക്ഷേ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും സാലറി കിട്ടില്ല. നിങ്ങൾ പുറത്തെവിടെയെങ്കിലും ജോലി ചെയ്യണം. പുറത്തെവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ടാക്സ്, അതായത് അവർ എത്ര ടാക്സ് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത്, ആ പൈസ നമ്മൾ അവർക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇവിടെ 500 പൗണ്ട് തൊട്ട് 1500 പൗണ്ട് വരെയാണ് പല ഫാമിലികളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ലാസ്റ്റ് ഒക്കെ IT വിസയിൽ വന്ന, കഴിഞ്ഞ 6 മാസമായിട്ട് IT വിസയിൽ വന്ന ഒരാൾക്ക് പോലും കറക്റ്റായിട്ട് നല്ലൊരു ജോലി കിട്ടാത്ത ഒരു അവസ്ഥകൾ UK-യിലുണ്ട്. അന്നേരം നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. ഒരു കാരണവശാലും എടുത്തു ചാടി IT വിസയിലേക്ക് UK-യിലേക്ക് വരാൻ ശ്രമിക്കരുത്. നിങ്ങളെ ഏജന്റുമാർ നിങ്ങളെ സമീപിക്കുമ്പോൾ അവർ നിങ്ങളോട് വളരെ അധികം പ്രതീക്ഷ തരുന്ന വാക്കുകളൊക്കെ പറയും. നിങ്ങൾ UK-യിൽ എത്തിയാൽ ഉടനെ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷേ അങ്ങനെയൊന്നും അല്ല UK-യിലെ സാഹചര്യങ്ങൾ. അതുപോലെ തന്നെ IT വിസയിൽ UK-യിൽ എത്തിയവരെ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഏജന്റ് 1-2 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അവർ മറ്റ് കാൻഡിഡേറ്റ്സിന് അടുത്ത് പറയും നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയും. അങ്ങനെ തട്ടിപ്പിൽ വീഴുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു കാരണവശാലും നിങ്ങൾ IT വിസയിലേക്ക് UK-യിലേക്ക്, അതായത് ഞാൻ പറയുന്നത് കറക്റ്റായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള IT വിസ അല്ല, അല്ലാതെ ഈ തട്ടിക്കൂട്ട് IT വിസയിൽ ഒരു കാരണവശാലും UK-യിലേക്ക് വരാൻ ശ്രമിക്കരുത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് IT വിസ, പ്രോപ്പർ IT വിസയിൽ ഇവിടുത്തെ നല്ല കമ്പനികളിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. 60,000 80,000 പൗണ്ട് സാലറിയൊക്കെ ലഭിച്ച് നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കമ്പനികളിൽ വരുന്നവർ പ്രശ്നമില്ല. അല്ലാതെ തട്ടിക്കൂട്ട് കമ്പനികളിലേക്ക് പ്രത്യേകിച്ച് IT ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് രക്ഷപ്പെടാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ യങ് പ്രൊഫഷണൽ സ്കീമിന്റെ ബാലറ്റ് ജൂലൈ 16-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ. അത് 18-ാം തീയതി വരെയാണ് സമയമുള്ളത്. അന്നേരം അങ്ങനെ ആ യങ് പ്രൊഫഷണൽ സ്കീമിൽ UK-യിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഉയർത്തിയിട്ട് മാത്രമേ UK-യിലേക്ക് വരാവുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ ഡിഗ്രിക്കാർ അറിയാമല്ലോ, ഡിഗ്രിക്കാർക്ക് എത്രമാത്രം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നു. നമുക്ക് ഭാഗ്യം കൊണ്ട് ഈ വിസ കിട്ടിയാലും UK-യിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രോപ്പറായിട്ടല്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി കിട്ടുകയില്ല. കാരണം ഭാഗ്യം കൊണ്ട് നമ്മൾ സെലക്ട് ആയി നമ്മൾ ഇവിടെ എത്തും. നമുക്ക് ഈ വിസയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് അവിടെ കാണിക്കേണ്ട, നമ്മൾ ജസ്റ്റ് ഡിഗ്രി മാത്രം കാണിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടും, അവർ UK-യിൽ എത്തും. പക്ഷേ ഇവിടെ വന്നൊരു ജോലിയും അവർക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കാതെ ഒരു കാരണവശാലും ഇവിടെയുള്ള പ്രോപ്പറായിട്ടുള്ള കമ്പനികൾ നിങ്ങൾക്ക് COS തരികയില്ല. അങ്ങനെ COS നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകേണ്ടി വരും. അന്നേരം ഇവിടോട്ട് വരുന്നവർ ഏത് ജോലിയും ചെയ്യാൻ മടിയില്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷ് നിർബന്ധമാണ്. പക്ഷേ നിങ്ങളൊരു ക്വാളിഫൈഡ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ UK-യിലേക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ ഫീൽഡിലുള്ള ജോലി കണ്ടെത്തും വരെ വേറെ ഏത് സാധാ ജോലി ചെയ്ത് നിൽക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫീൽഡിലുള്ള ജോലി കിട്ടി നിങ്ങൾ ആ COS-ലേക്ക് മാറാനുള്ള ശ്രമം നടത്തുക. അന്നേരം ഈ യങ് പ്രൊഫഷണൽ സ്കീം എല്ലാവരും യൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് UK ഗവൺമെന്റ്, പുതിയതായിട്ട് വന്ന ഗവൺമെന്റ് ഇവിടുത്തെ വിസ നിയമങ്ങളിൽ മാറ്റം വരുത്തുമോ എന്നുള്ളത്. ഒരുപാട് പേര് ചോദിക്കുന്നു ഇവിടെ വന്നവർക്ക് ഡിപെൻഡൻസിനെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു അനുവാദം കൊടുക്കുമോ കെയർമാർക്കും സീനിയർ കെയർമാർക്കും. ഈ 2 കാര്യങ്ങളിലും UK ഗവൺമെന്റ് ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല UK ഗവൺമെന്റ് അതിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം വരുത്തും എന്നുള്ളത്. കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്ന നിയമങ്ങൾ ഇപ്പോൾ നിലവിൽ അത് തന്നെയാണ് നിലവിലുള്ളത്. അതിലൊന്നും ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അവർ പെട്ടെന്ന് അതിൽ ഒരു നിയമങ്ങളിൽ ഒരു മാറ്റം വരുത്തുമെന്ന്. അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.